ആ ശോഭന, ഈ കയറി വരുന്നിടത്തല്ലേ ഡോക്ടറെ സ്ഥലം? അത് തന്നെ പടി കയറി മുകളിൽ വന്ന് ഫോട്ടോ. ആ അത് തന്നെ. ശരി, ഞാൻ കണ്ടിട്ട് വിളിക്കേ. പിന്നെ ഞാൻ വന്നതേ, എൻ്റെ ഒരു ബന്ധു കുട്ടി, അതിന് സുഖമില്ല. ഇപ്പൊ ഓൾറെഡി നമ്മുടെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആണ്. പക്ഷെ ഒരു ഓപ്പറേഷൻ ഉണ്ട്. പേരെന്താ കുട്ടിയുടെ? പേര് ശോഭ. ശോഭ, ഞാൻ നോക്കട്ടെ. അതെ, ശോഭ. ഇത് ഓപ്പറേഷന്റെ ആവശ്യമുണ്ടല്ലോ. അതെ, നിങ്ങൾ പലപ്പോഴും നേരത്തെ കൂടെ അവർ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ കാണിക്കാനൊക്കെ, വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേഷ്യൻസ് ഇങ്ങനെ എനിക്ക് കൂടുതലായതുകൊണ്ട് എല്ലാരും പേര് ഓർത്ത് വയ്ക്കത്തില്ല. അതെ, എന്നാലും നമുക്ക് ഒരു ഉറുമ്പ് കടിച്ചാൽ പോലും വലിയ വേദനയായിട്ടാണ് നമുക്ക്. അവളെ ഒന്ന് മാക്സിമം ഒന്ന് സഹായിക്കാം. ഒരു ഓപ്പറേഷൻ വേണ്ടി വരും. ഞാൻ ഇപ്പൊ അടുത്ത ഡയറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ഒരു എമൗണ്ട് ആവും. പൈസ കിട്ടിയാൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ വേറെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങളിൽ തരാനില്ലടോ. അതെ, പെട്ടെന്ന് പൈസ കിട്ടിയാൽ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്ത് കുട്ടിയുടെ. ഞാനും കൂലിപ്പണിക്ക് പോകുന്ന ആളാണ്. നിങ്ങൾക്ക് അതിനുള്ള ഒരു നിവൃത്തിയില്ല. എനിക്ക് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ചെന്ന് പറയുമ്പോ എത്ര വരും? അഡ്ജസ്റ്റ് ചെയ്യണം ഡോക്ടർ. ഇത് ധാരാളം. പിന്നെ താങ്കളെ കണ്ടിട്ടേ നല്ല ക്ഷീണമുള്ളത് പോലെ ഉണ്ട്. എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, ഞാൻ ജോലിക്കൊക്കെ പോയി. അപ്പൊ ഞാൻ അടുത്ത ഡയറ്റ് തന്നെ മോക്ക് കൊടുത്തിട്ടുണ്ട്, ബന്ധുവിന് ആ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ഡോക്ടറെ ഒന്ന് ശ്രദ്ധിച്ചോളണേ. അതൊക്കെ ശ്രദ്ധിക്കാം. പിന്നെ താങ്കൾ ഇങ്ങ് വന്നേ പൈസയൊക്കെ തന്നതല്ലേ, താങ്കളെ ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലെന്ന്. ഫീസ് കണ്ടിട്ട് നല്ല ക്ഷീണമുള്ള. അങ്ങോട്ട് നീങ്ങിരിക്കോ. അയ്യോ, ഹൃദയം പടപടാടിക്കണം. ഒന്ന് ബാക്ക് തിരിയോ, ബാക്ക്. എനിക്ക് തോന്നണേ മറ്റേ ആ കുട്ടിയുടെ ഓപ്പറേഷന് മുമ്പ് താങ്കൾക്കൊരു ഓപ്പറേഷൻ വേണ്ടി വരും കേട്ടോ. ഓ, എനിക്ക് കുഴപ്പമില്ല ഡോക്ടറെ, ഞാൻ അതൊക്കെ വ്യായാമമൊക്കെ ചെയ്തൊക്കെ കുറയ്ക്കാം. അല്ലല്ല, താങ്കൾക്ക് ഒരു ഓപ്പറേഷൻ വേണ്ടി വരും. നാളെ വരുമ്പോഴേ ഞാൻ ഈ പറയുന്ന ടെസ്റ്റുകളൊക്കെ ഒന്ന് ചെയ്തോണ്ട് വരാം. എന്റെ പൈസ ഒന്നുമില്ല. അത് താഴെ പറഞ്ഞാൽ മതി, താഴെ ലാബിൽ അവർ ചെയ്തു തരും. ഓക്കെ, നാളെ വരുമ്പം ടെസ്റ്റ് ചെയ്തോണ്ട് രണ്ടാഴ്ചക്കൊക്കെ ഓപ്പറേഷൻ. എനിക്കല്ലോ ഓപ്പറേഷൻ. നിങ്ങൾ താങ്കളാണെങ്കിലും പറയാതിരിക്കൂ. നമ്മള് ശരീരം നമ്മൾ നോക്കണം, എങ്കിലത് ജീവിക്കാൻ പറ്റൂ. ചുമ്മാ പൈസ ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം? ഇച്ചിരി പുതിയ പൈസ വന്നാൽ മതി ഓപ്പറേഷൻ, പകുതി പൈസ വന്നാൽ മതി ഓപ്പറേഷൻ ചെയ്യാൻ. ഇത് ആദ്യം കൊണ്ടും താഴത്തെ ലാബിൽ തന്നെ പോണം, വേറെ ഒരു ലാബിനും പോകരുത്. താഴത്തെ ലാബിൽ. ശരി ഡോക്ടറെ. അവളെ കാര്യം നോക്കിക്കോളാം. പൈസ കാര്യം മറക്കല്ലേ, ഓപ്പറേഷൻ അടുത്ത ഓപ്പറേഷന്റെ പൈസ കാര്യം മറക്കല്ലേ, അത് പെട്ടെന്ന് കൊണ്ടുവരണം. ഇത് ഞാനും മരുന്ന് കഴിച്ച കുറയും ഡോക്ടറെ. താങ്കൾക്ക് എങ്ങനെ? ഞാനല്ലേ ഡോക്ടർ, ഞാനല്ലേ പറയുന്ന ഓപ്പറേഷൻ വേണമെന്ന്. താഴത്തെ ലാബിൽ കാണിച്ചിട്ട് നാളെ വന്നാൽ അതിന് ഓപ്പറേഷൻ ഡയറ്റ് ഇട്ടുതരാം. അവളെ കാര്യം നോക്കിക്കൊണ്ടേ. ഉറുമ്പ് കടിച്ചാൽ പോലും ഞാൻ നോക്കിക്കോളൂ. 5 വർഷം കൊണ്ട് എന്ത് ബുദ്ധിമുട്ട് സഹിക്കണം എന്നറിയാം ആ കുട്ടി. അതിന് ഞാൻ നിങ്ങളല്ലേ ഓപ്പറേഷൻ ചെയ്തത്? ഞാൻ ഓപ്പറേഷൻ ചെയ്തില്ല ഇതുവരെ. ഞാൻ അങ്ങനെ ഓപ്പറേഷൻ ചെയ്തിട്ടില്ല. ഈ പറയുന്ന ശോഭനയൊന്നും എനിക്കറിയത്തില്ല. എന്നാലും ആ കുട്ടിയുടെ വയറ്റിൽ കിടക്കുന്ന കത്രി കിടക്കയില്ലേ? കത്രികയല്ലേ കിടക്കണത്? കത്രിക ഒരു വയറ്റിൽ കിടന്നവന് വേറെ പ്രശ്നമൊന്നും. നിങ്ങളുടെ വയറ്റിലായിരുന്നെങ്കിലോ? എന്റെ വയറ്റിലായിരുന്നെങ്കിലും ഒരു പ്രശ്നമില്ല വയറ്റിൽ. എന്നാലും നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണ്ടേ? 5 വർഷം കൊണ്ട് ആ കുട്ടി വേദന സഹിക്കല്ലേ? 5 വർഷം കൊണ്ട് വേദന സഹിക്കാൻ നിങ്ങൾക്ക് ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഓപ്പറേഷൻ ചെയ്ത കാര്യം നിങ്ങളാ ചെയ്തത്. എനിക്കറിയത്തില്ല. ഞാൻ ഇവിടെ വന്ന് നിങ്ങൾക്ക് പൈസ തന്നാ നിങ്ങൾ എന്നെ ഇവിടെ ഇരുത്തി നിങ്ങൾ ചികിത്സിച്ച നിങ്ങൾ അറിഞ്ഞ പൈസ വാങ്ങിച്ചപ്പോൾ നിങ്ങൾ എന്നെ ചികിത്സിച്ച് എനിക്ക് ഉടനെ ഓപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞ ആളാണ് നിങ്ങൾ. ഇപ്പൊ നിങ്ങൾ പാടേ മാറി. എനിക്ക് ഒരു ഓർമ്മയില്ല. താങ്കൾ ഇതെന്താ പറഞ്ഞ? അഥവാ ഒരു കുട്ടിയുടെ കയ്യിൽ അങ്ങനെ ഒരു കത്രിക വയറ്റിനകത്ത് കിടന്നെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്തെടുത്ത് കളയാവുന്നതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. 5 വർഷമല്ല 10 അല്ല 20 വർഷം വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ മതിയല്ലേ? നിങ്ങൾക്ക് അത് മാത്രം പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് പൈസയുടെ അഹങ്കാരമാണ്. പൈസയുടെ അഹങ്കാരം
കേട്ടോ. പാവങ്ങള് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെട്ട അല്ലെങ്കിൽ ജോലിക്ക് പോയി നിങ്ങൾക്ക് കൊണ്ട് തന്ന പൈസയാണ്. നിങ്ങൾക്ക് ജോലി ഉണ്ടായിട്ട് പോലും നിങ്ങൾ ഇതേപോലെ പൈസ വാങ്ങിയിട്ട് ആ കുട്ടിയുടെ വയറ്റിൽ കത്രിക വെച്ച് ഓപ്പറേഷൻ അങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് കത്രിക വയറ്റിനകത്ത് ആയിട്ടുണ്ടെങ്കിൽ അല്ലാതെ എന്റെ കുറ്റമല്ല. സ്റ്റാഫുകളാണ് കത്രികകളൊക്കെ എണ്ണി വെക്കുന്നതും കണക്ക് കാര്യങ്ങളൊക്കെ നോക്കുന്നതും. അവരടുത്ത് പോയി ചോദിക്കണം. എന്നാലും നിങ്ങൾ നോക്കണ്ടേ? നിങ്ങളെ കണ്ണുകൊണ്ട് കണ്ടല്ലേ നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യുന്നത്? ഞാൻ ഓപ്പറേഷൻ ചെയ്തിട്ടില്ല, എനിക്ക് ശോഭയെ അറിയത്തോലും ഇല്ല. ഞാൻ ചെയ്ത ഓരോ സ്റ്റാഫുകളെ എനിക്ക് അറിയാം ആരൊക്കെയാണ് ഓപ്പറേഷൻ. ഈ ശോഭ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ ഓപ്പറേഷൻ ചെയ്തിട്ടേ ഇല്ല ഈ 5 വർഷത്തിനിടയ്ക്ക് വെച്ച്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത്. പിന്നെ താങ്കളെ ഞാൻ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ താങ്കളെ കാണുന്നത്. പിന്നെ എങ്ങനെ ഞാൻ പറയും ഓപ്പറേഷൻ ചെയ്യാനുള്ളത്? ശരി, നിങ്ങൾ എന്തായാലും നിങ്ങൾ നിയമത്തിന് മുന്നിൽ ഞാൻ കൊണ്ടുവരും കേട്ടോ. ആ കുട്ടി 5 വർഷത്തേക്ക് അവളെ വേദന സഹിച്ച കണക്ക് നിങ്ങളെ വേദന സഹിപ്പിക്കും. നിങ്ങളെ ഞാൻ ജയിലിലടയ്ക്കും കേട്ടോ. അയ്യോ, പൈസ വാങ്ങണ നേരത്ത് മാത്രം ഭയങ്കര ഇതായിട്ട് നിൽക്കും. അത് കഴിയുമ്പോ ഒരു ഇതുമില്ല. കൊള്ളാം കേട്ടാ, നല്ലത് തന്നെ. നിങ്ങളെ ഞാൻ അന്നുകൂടെ കൊണ്ടു തന്നേ പൈസ. എന്തായാലും നിങ്ങൾ നിയമത്തിന് മുന്നിൽ നിങ്ങളെ ഒരു മാറ്റമില്ല. ഇല്ല, കൊണ്ടുപോയി ഞാൻ നിയമത്തിന്റെ മുന്നിൽ എത്തിക്കും. നോക്കിക്കോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. വേണ്ട വേണ്ട, അയ്യോ മതി, പരിശോധിച്ചിടത്തോളം മതി. കണ്ടില്ലേ ഒരു കുട്ടിയുടെ വയറ്റിൽ കിടക്കണ കത്തിരിയോ? നല്ല അപ്പി, കൊള്ളാം. ഞങ്ങൾക്ക് ഡോക്ടറാക്കി ഒരു ആദ്യം അടിക്കണം. ഓക്കെ, ഈ ഹോസ്പിറ്റലിൽ എത്ര കത്രിക ഉണ്ടെന്നാ എങ്ങനെയെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അവരെനിക്ക് കത്രിക വരണം, ഞാൻ ഓപ്പറേഷൻ ചെയ്യും. പക്ഷെ അത് പിന്നെ ഞാൻ പേഷ്യന്റിന്റെ ദേഹത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് അവരെ കയ്യിൽ കൊടുക്കും. അതും എനിക്ക് ഓർമ്മയൊന്നുമില്ല. അവരെല്ലാം എണ്ണി പറക്കി വയ്ക്കാനുള്ളത്. ഇനി ആരെല്ലാം ഇനി ഇതുപോലെ ദേഹത്ത് കത്രികയായിട്ട് വരണമെന്ന് ദൈവത്തിന് അറിയാം. ഈശ്വരാ.